അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് വന്നിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും ഗ്ലോ ആക്കി വെക്കാനും അതേപോലെ തന്നെ ഹെൽത്തി ആക്കി വെക്കാനും ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അത്രയ്ക്ക് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. കോക്കനട്ട് മിൽക്ക് പൗഡറാണ്, അല്ലാതെ സാധാരണ മിൽക്ക് പൗഡർ അല്ല. നമ്മൾ അതായത് പറയുകയാണെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിമാർക്ക് തേങ്ങാപ്പാൽ പിഴിയാൻ പാടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാലിന് പകരം ചേർക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് പൗഡറാണ്. അപ്പം തേങ്ങാപ്പാൽ പൊടി എന്ന് ഇതിനെ പറയാം. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ 1 സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കട്ടയായിട്ടാണ് കേട്ടോ വീഴുന്നത്. നമ്മളത് കുറച്ച് നാൾ പൊട്ടിച്ച് വെച്ചിരുന്നതുകൊണ്ടാണ് കട്ടയായിപ്പോയത്. കുഴപ്പമൊന്നുമില്ല, ചീത്തയായ പൊടിയല്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു കട്ട പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ സ്യൂട്ടാവുന്ന ഒരു ഫേസ് പാക്കാണ്. നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആവും, അതേപോലെ തന്നെ ഗ്ലോ ആവും. പിന്നെ നമുക്ക് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ എളുപ്പത്തിൽ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നാൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറാണ്. ഞാനൊരു 2 സ്പൂണ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു രീതിയിൽ നിങ്ങൾ റോസ് വാട്ടറിൻ്റെ കണക്കെടുത്താൽ മതി. റോസ് വാട്ടർ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും മോയ്സ്ചറൈസ് ആക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന തേനാണ്. തേൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആക്കാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാനിവിടെ 1 സ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ പാക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുക, അത് കേടായി പോകത്തൊന്നുമില്ല. ഒരു 2-3 മാസത്തേനൊക്കെ കേടായി പോകത്തില്ല. അതേപോലെ തന്നെയാണ് തേൻ. ഒരു ചെറിയ കുപ്പി തേൻ വാങ്ങിച്ചു വെക്കുക. തേനും പുറത്ത് വെച്ചാലൊന്നും കേടാവുന്നതല്ല. പിന്നെ ഉള്ളത് റോസ് വാട്ടർ, അതും കേടാവുന്നതല്ല. അപ്പോൾ ഈ 3 ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഫേസ് പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കാരണം ഒരു സാധനങ്ങൾ പോലും ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ കേടാകുന്ന സാധനങ്ങളല്ല. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോസ്റ്റലിൽ വെച്ച് തന്നെ നമുക്ക് ഫേസൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. ഫേസൊക്കെ നന്നായിട്ട് ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കാണാം. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്കിനി അപ്ലൈ ചെയ്യാം.
അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യുക. അപ്പം ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും. ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കും, ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കും, അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.